ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മീൻ മുളകിട്ടതാണ്. ഇതൊരു ബാച്ചിലർ സ്പെഷ്യൽ മീൻ കറിയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. റൈറ്റ് സൈഡിലുള്ള ആരോ മാർക്ക് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുവാൻ പറ്റും. അതിൽ ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മീൻ മുളകിട്ടത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഏത് ടൈപ്പിലുള്ള മീൻ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതേ വെളിച്ചെണ്ണ എല്ലാ വശത്തേക്കും ആവുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 തുടം വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓരോ ഐറ്റം ചേർക്കുമ്പോഴും ഒന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ചുവന്നുള്ളിയും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാം. എന്നിട്ട് ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഇത് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വരുന്നതാണ്. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, കുറച്ച് വെള്ളത്തിലൊന്ന് ചാലിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അങ്ങോട്ട് ചേർക്കാം. ഇങ്ങനെ വെള്ളത്തിൽ ഒന്ന് കലക്കിയിട്ട് ചേർക്കുമ്പോൾ നമ്മുടെ ഈ പൊടികളൊന്നൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് കേട്ടോ. അതിൽ നന്നായിട്ട് ഇരിക്കുകയും ചെയ്തോളും. അപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ടതിന് ശേഷം വേണം പൊടികൾ ചേർക്കാനായിട്ട്. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചൊന്ന് കലക്കി ഒഴിക്കാം കേട്ടോ. ഇപ്പോൾ ഇനി ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 കുടംപുളി ഒരു കുറച്ച് നേരം മുമ്പ് തന്നെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അതായത് നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക. എന്നിട്ട് ആ വെള്ളത്തോട് കൂടി തന്നെ കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുളക് പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പം അതിന് വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പൊക്കെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് 1/2 കിലോ മീനാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. ഈ തവിയൊക്കെ ഇട്ട് ഒരുപാടിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഈ മീൻ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തേച്ചാൽ മതി. എന്നിട്ട് ഇനി ഇത് മൂടി വെച്ചൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിനകത്ത് വെള്ളമൊക്കെ പറ്റണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ വേണമെങ്കിൽ വെച്ചേക്കാം. അല്ല ഇതിങ്ങനെ തന്നെ വേണമെന്ന് മതിയെങ്കിൽ ഇങ്ങനെ തന്നെ മതി. ഞാൻ അതുപോലെ ഇതിനകത്തേക്ക് മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഞങ്ങളിവിടെ മല്ലിപ്പൊടി ഒന്നും ചേർക്കാറില്ല. ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അതിന് കുറച്ചുകൂടെ ഉപ്പ് ചേർത്തു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തു. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർക്കാം. ഇനി എന്നിട്ട് ഇത് മൂടി വയ്ക്കാം. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് കപ്പയുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ചോറിൻ്റെ കൂട്ടത്തിലോ അപ്പോ എന്തിൻ്റെ വേണമെങ്കിലും കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻകറിയാണ് കേട്ടോ. നല്ല എളുപ്പമല്ലേ, ആർക്കും വേണമെങ്കിലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണിത്. തേങ്ങയൊന്നും ചേർക്കണ്ട,
എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. പുളി കൂടിപ്പോകുന്നു വല്ല തോന്നുവാണെങ്കിൽ ഒരു 2 പുളിയൊക്കെ എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഒരു പുളി അതിനകത്ത് ഇട്ടേച്ചാൽ മതി. ഇതൊരു 3-4 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് നേരം ഒരു അരമണിക്കൂർ അങ്ങനെ ഇരിക്കുകയും കൂടെ ചെയ്യുമ്പോൾ നന്നായിട്ട് കുറുകി നല്ല ടേസ്റ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.